ഹാർമണി ഓഫ് ബോഡി ആൻഡ് മൈൻഡ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നാടിയായിട്ട് ഇത് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്കായിട്ടൊരു എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ നമ്മുടെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അതെ, ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക. അപ്പോൾ ആരോഗ്യം ഉണ്ടാവുന്നതും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ തന്നെയാണ്, അല്ലെ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ആ രണ്ടാമത്തെ വീട്ടിലാണ് ഇരിക്കുന്നത്, സന്തോഷം. അത് ആരോഗ്യമായിട്ടിരിക്കുന്നതും നമ്മൾ സമ്പത്തോടുകൂടി ഇരിക്കുന്നതും എല്ലാ ഗുണങ്ങളോടുകൂടി ഇരിക്കുന്നത് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ശരിക്കും ആ ചോദ്യത്തിന്റെ ഉത്തരം സന്തോഷം തന്നെയാണ്. സന്തോഷം ഒരിക്കൽ കിട്ടുന്ന ഒരു സന്തോഷമല്ല, നിലനിൽക്കുന്ന സന്തോഷമായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ നേടുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കാം. പിന്നീട് അതേ കാര്യം തന്നെ നമുക്ക് വേറൊരു സിറ്റുവേഷനിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ സന്തോഷം കിട്ടുന്നില്ലായിരിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തണുപ്പ് നല്ല ആസ്വദിക്കുന്ന ഒരാൾക്ക് ഊട്ടിയിൽ ടൂർ പോകാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കും. എന്നാൽ അയാള് അന്റാർട്ടിക്കയിലോ എവിടെയെങ്കിലും കുറച്ച് കാലത്തേക്ക് താമസിക്കാൻ പോവുകയാണെങ്കിൽ അയാൾക്ക് ആ തണുപ്പ് ആസ്വദിക്കാനായിട്ട് പറ്റണം എന്നുണ്ടോ? ഉണ്ടാവില്ലല്ലോ. ആ തണുപ്പ് ആ സമയത്ത് ആൾക്ക് അത് ദുഷ്കരാവും, ആ സന്തോഷം അവിടെ പോവും. അപ്പൊ നമുക്ക് എന്നും നിലനിൽക്കുന്ന സന്തോഷത്തിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ, അതും നമ്മുടെ ഈ വിഷയവും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോ യോഗ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യോഗം, നമ്മളിപ്പോ ഈ ചേർന്നിട്ടുള്ളത് തന്നെ ഒരു യോഗം ആണ്, ഒരു യൂണിയൻ, ഒരു കൂട്ടായ്മ, ഒത്തുചേരൽ. ഇതൊക്കെയാണ് യോഗം എന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്നാൽ നമ്മളിപ്പോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് യോഗ എന്നതൊക്കെ കേൾക്കുമ്പോൾ ആദ്യം എന്താണ് ഓർമ്മ വരിക? ഒന്ന് പറയാമോ ആരെങ്കിലും? ഹെൽത്തിന് വേണ്ടിയുള്ള ഒരു മെന്റൽ ആൻഡ് ഫിസിക്കൽ യൂണിറ്റി. അതെ, നമ്മൾ പ്രധാനമായിട്ട് മനസ്സിൽ ആദ്യം വരുന്നത് ഹെൽത്തിന്റെ കാര്യം തന്നെയായിരിക്കും. നമ്മുടെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി, ഒരു ആയാസത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുക, ആ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുക. ഇത് തന്നെയാണ് നമ്മൾക്ക് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് യോഗ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ യോഗ എന്ന പദത്തിന്റെ അർത്ഥം പറഞ്ഞു. അത് നമ്മൾ ഈ പറയുന്ന യോഗയായിട്ട് ബന്ധിപ്പിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും, മാഡം പറഞ്ഞതുപോലെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒന്നുചേരലാണ് യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മൂന്നും ഒന്നാവുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന സന്തോഷം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടനായ ആള് ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ലോകത്തെ ഏറ്റവും കാശുണ്ടാക്കിയിട്ടുള്ള ആളായിക്കൊള്ളുന്നില്ല. അത് സ്വന്തം മനസ്സിനെ സ്വന്തം കൺട്രോളിൽ നിർത്താൻ പറ്റുന്ന, ഏത് സമയത്തും മനസ്സിന് ഒരു ചഞ്ചലത ഇല്ലാതെ ഇരിക്കാൻ സാധിക്കുന്ന ആളായിരിക്കും ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടനായിട്ടുള്ള വ്യക്തി. അത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യത്തിനെ ആരാണോ ഏറ്റവും നന്നായി ചെയ്യുന്നത്, ഏറ്റവും ഏത് സിറ്റുവേഷനിലും ഒരു ചാഞ്ചല്യമില്ലാതെ, എത്ര ടെൻഷനുള്ള സിറ്റുവേഷൻ ആയാലും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത് മനസ്സിൽ നിയന്ത്രണം വന്നിട്ടുള്ള ഒരാൾക്കായിരിക്കും. പതഞ്ജലി മഹർഷി യോഗേനെ നിർവചിച്ചിട്ടുള്ളത്, പതഞ്ജലി മഹർഷിയുടെ പാതഞ്ജല യോഗ സൂത്രത്തിലെ 2ാമത്തെ സൂത്രം എന്ന് പറയുന്നത് യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ്. അതിന്റെ അർത്ഥം വരുന്നത് യോഗ ചിത്തവൃത്തികളെ നിരോധിക്കുന്നു. എന്താണ് ചിത്തവൃത്തികൾ? ചിത്തം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയാണ്. മനസ്സ് എന്ന് നമുക്ക് സങ്കല്പിക്കാം. മനസ്സിന്റെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകളും മനസ്സിന്റെ പ്രവർത്തനങ്ങളെ നിരോധിക്കുക എന്നുള്ളതാണ് യോഗ ചിത്തവൃത്തി നിരോധ എന്ന ആ സൂത്രം കൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ, ശ്വാസത്തിന്റെ നിയന്ത്രണങ്ങളിലൂടെ മനസ്സിനെയും ശരീരത്തിനെയും ഒന്നാക്കുന്നതിലൂടെ നമ്മളെ സന്തോഷത്തിലേക്ക് എത്തിക്കുന്നതാണ് യോഗ ചെയ്യുന്നത്. അപ്പോ എങ്ങനെ നമുക്ക് ഈ യോഗ ചെയ്യുന്നതിലൂടെ ഇങ്ങനെ ഈ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ഒന്നാക്കാം എന്നുള്ളത് നോക്കാം.
നമ്മള് നമ്മൾ സ്ഥിരമായി കണ്ടിട്ടുള്ള യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും ആസനകളിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ആസനകളിൽ നിൽക്കുന്നതോ ആയിട്ടുള്ള ആളുകളുടെ മുഖമോ പടമോ ഒക്കെ ആയിരിക്കാം. ഞാൻ അതുകൊണ്ടാണ് ശീർഷാസനത്തിനെ വെച്ചത്. അപ്പോ ആസനം എന്ന് പറയുന്നത് യോഗയുടെ 8 അംഗങ്ങളിലെ ഒന്ന് മാത്രമാണ്. അത് പ്രാധാന്യം ഉള്ളതല്ല എന്നുള്ളതല്ല അർത്ഥാക്കുന്നത്. ഒരു പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരാൾക്ക് അയാളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗോളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവണം. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഉള്ള ഒരാൾക്കാണ് ഒരു സ്വസ്ഥമായിട്ട് ഇരുന്ന് ധ്യാനിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ 8 അംഗങ്ങൾ എന്താന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. അംഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് 8 ഒരു യോഗേന ഒരു ശരീരമായിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ അതിലെ 8 അവയവങ്ങളായിട്ട് കണക്ക് കൂട്ടാം. ഇതിലെ ഒന്നില്ലാതെ മറ്റൊന്ന് എന്നുള്ള ഒരു ഇതില്ല. അതായത് നമുക്ക് ഇതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം നമ്മൾ സന്തോഷം എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ഇതിവിടെ പറയുന്നത് സമാധി എന്നുള്ള പേരിലാണ്. ഒരു സമാധിയിലേക്ക് എത്തണമെങ്കിൽ ഒരാൾ നിർബന്ധമായും ഈ 8 വഴികളിലൂടെയും പോയിട്ടായിരിക്കും അയാൾ ആ സമാധി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇതിലെ ആദ്യത്തെ 2 എണ്ണം എന്ന് പറയുന്നത് യമ നിയമങ്ങളാണ്. യമ നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോഡ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയാം. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് സമൂഹത്തിനോടുള്ള നമ്മളുടെ പെരുമാറ്റ രീതികൾ എങ്ങനെയായിരിക്കണം, അതുപോലെ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന നമ്മളുടെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണം, ഇത് രണ്ടുമാണ് യമ നിയമങ്ങൾ എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കുന്നത്. യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താണ് പറയാ ഒരു ജീവിത ശൈലിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ജീവിത ശൈലി. ഇപ്പൊ നമുക്ക് ഇതിലെ ഏതെങ്കിലും ഒന്നിനെ എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിനപ്പുറം ഇതിനെ യോഗയിൽ പറയുന്ന ആ വഴികളിലൂടെ ഫോളോ ചെയ്യുന്നത് നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ യമ എന്ന് പറയുന്നത് നമുക്ക് സമൂഹത്തിനോടുള്ള നമ്മളുടെ ഒരു പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് യമത്തിൽ പറയുന്നത്. അതിലെ ആദ്യത്തേത് പറയുന്നത് സത്യമാണ്. ഇപ്പൊ ഈ യമം നിയമം എന്ന് പറയുന്ന ഈ 2 കാര്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആ പേര് പറയുമ്പോൾ ചിലപ്പോൾ തിരിച്ചറിയുന്നില്ലായിരിക്കാം. എന്നാൽ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളായാലും അധ്യാപകരായാലും നമ്മുടെ അപ്പൂപ്പനമ്മൂമ്മമാരൊക്കെ നമ്മളെ കഥകളിലൂടെയും മറ്റൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മളെ യമ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ യമ നിയമങ്ങളുടെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങളെ തന്നെയാണ്. അപ്പൊ അതിൽ യമം എന്ന് പറയുന്നത് സത്യം ആണ്. ആദ്യത്തെ അതിലെ യമം 5 എണ്ണാണ്. ഈ നിയമം 5 എണ്ണാണ്. യമത്തിലെ ആദ്യം പറയുന്നത് സത്യം എന്നുള്ള ഇതാണ്. സത്യം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കാര്യമാണ് സത്യം. നമ്മളുടെ അടുത്ത് ചെറുപ്പത്തിലെ നമ്മുടെ വീട്ടുകാരും എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും നുണ പറയരുത്, സത്യം വദ ധർമ്മം ചര. ഇതൊക്കെ നമുക്ക് ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സത്യം നമ്മൾ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരകത്തിൽ പോവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരു യോഗയിൽ ഇതിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മളൊരു സത്യം മാത്രം പറഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മളുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയുന്നുണ്ടാവും പല സിറ്റുവേഷനുകളും പല സമയങ്ങളിലും നമുക്ക് സത്യത്തിന് തന്നെ മുറുക്കി പിടിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടാവും. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിസ്കുകൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോ ഇവിടെ ജീവിതത്തിലെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സന്തോഷം എന്നുള്ളത് നേടണമെങ്കിൽ നമ്മൾ മുറുക്കി പിടിക്കേണ്ട ഒന്ന് തന്നെയാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ നുണ പറയേണ്ടതായിട്ടുള്ള സിറ്റുവേഷനുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം നമുക്ക് വരാം. ഇപ്പൊ എന്താണ് സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് നേര് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ നുണ പറയാതിരുന്നൂടെ? അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നുണ പറയുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നേര് പറയാതിരിക്കാം വേണമെങ്കിൽ. ഇല്ലേ? അത് സാധ്യമല്ലേ? ഇത്തരത്തില് നുണ പറയാതെ നേരിനെ മുറുക്കി പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് സത്യം എന്ന് പറയുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ നമ്മളൊരു നുണ പറയുകയാണെന്ന് വിചാരിക്കുക. ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ ആ നുണ നേരാക്കാനായിട്ട് നമുക്ക് ഒരുപാട് പ്രയത്നം നമ്മുടെ മനസ്സിന് എടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇന്ന് പറയുന്ന നുണ നമുക്ക് നാളെ അത് വേറെ നുണ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ന്യായീകരണങ്ങൾ കൊടുത്ത് പിന്നെയും നമ്മുടെ നുണകളുടെ എണ്ണം കൂട്ടി കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസമാധാനം അവിടെ പോകുന്നുണ്ട്.
അപ്പൊ മനസമാധാനം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ധ്യാനത്തിൽ ഇരിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് പറ്റും? അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നുണ പറയേണ്ട സിറ്റുവേഷനുകളെ ഒഴിവാക്കി, ഇനി നേര് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നേര് പറയാതിരിക്കാം, നുണയും പറയാതിരിക്കാം. ഇതാണ് സത്യം എന്നുള്ള ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ നിയമം നമുക്ക് അഹിംസേനെ പറയാം. അഹിംസയും നമ്മൾ വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്. നമ്മുടെ മഹാത്മാഗാന്ധിജി മുറുക്കെ പിടിച്ചിരുന്ന, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും ബലം കൊടുത്തിരുന്ന ഒന്നാണ് അഹിംസ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കതൊരു പ്രാക്ടിക്കൽ ലൈഫിൽ അഹിംസനെ എത്രത്തോളം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം. കാരണം ഒരു ജീവിനെയും ദ്രോഹിക്കാതെ നമുക്ക് ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്, സാധ്യമല്ല. പക്ഷെ ഇവിടെ അഹിംസ എന്ന് പറയുന്നത് വളരെ ഏറ്റവും ലീസ്റ്റ് വയലൻസിനെയാണ് അഹിംസ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഒന്നിനെയും ദ്രോഹിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് അഹിംസയിൽ നമ്മൾ അർത്ഥാക്കുന്നത്. കാരണം ഇപ്പൊ നമുക്ക് ഒരു പ്രാക്ടിക്കൽ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കൽ സെൻസിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ സിറ്റുവേഷനുകളിലെയും ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധിച്ചാൽ ചിലപ്പോൾ നമുക്കത് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കാം. അപ്പൊ നമുക്കൊരു നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്, നിറയെ കൊതുകുള്ളൊരു സ്ഥലമാണ്. ആ കൊതു കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലേറിയ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കൊതുവിനെ കൊല്ലാതെ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ അവിടെ നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഹിംസ, അത് ഏറ്റവും ലീസ്റ്റ് ഹിംസയിലാണ് നമ്മൾ പെടുത്തേണ്ടത്. പിന്നെ നമുക്ക് വേറെ ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പൊ ഇനി നമുക്ക് അവിടെ കൊതു കടിക്കാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ കൊതുവിനെ കൊല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും, നമ്മുടെ വീടിന്റെ അവിടെ കൊതുകുള്ള സ്ഥലമാണ്, നമുക്ക് അവിടെ നെറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന കൊതുവിന്റെ അളവിനെ കുറയ്ക്കാം. അപ്പൊ ഇത്തരത്തിൽ, ഇത് ഞാനൊരു കൊതുവിനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇത്തരത്തില് നമ്മളുടെ പ്രവർത്തികളിൽ കൂടെ ഹിംസേനെ എങ്ങനെ ഏറ്റവും കുറച്ച് ചെയ്യാം എന്നുള്ളതാണ് അഹിംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അറിയുന്നുണ്ടാവും, നമ്മളൊരു കാര്യത്തിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പൊ നമ്മളൊരാളെയാണ് വേദനിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ആളിൽ നിന്ന് തിരിച്ച് നമുക്ക് ഒരു നല്ലതല്ലാത്ത സമീപനം ഭാവിയിൽ ഉണ്ടാവും. അത് ഉറപ്പാണ്. നമ്മളിപ്പോ ആരുപദ്രവിച്ചാലും അതുമെന്ന് നമുക്ക് തിരിച്ച് ഒരു ഇത് നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കണം. അപ്പോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഭയം ഉള്ളിലുണ്ടാവുമ്പോൾ അവിടെയും നമ്മുടെ മനസ്സമാധാനം പോകുന്നുണ്ട്. ഇതുകൊണ്ടാണ് അഹിംസേനെ നമ്മുടെ ഒരു യമത്തിൽ പെടുത്തിയിട്ടുള്ളത്. 3 നമുക്ക് ആസ്തേയ എന്ന് പറയാം. ആസ്തേയ എന്ന് പറയുന്നത് നമ്മളുടേതല്ലാത്ത ഒരു വസ്തുവിനെ നമ്മൾ ആഗ്രഹിക്കുകയോ അത് ഇപ്പൊ മോഷ്ടിക്കുക എന്ന് പറയാം, അതല്ലെങ്കിൽ നമുക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം നമ്മൾ വേറെ രീതിയിൽ തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങളെ ആസ്തേയം എന്നുള്ളതിൽ പെടുത്താം. അതും സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നമുക്ക് ഒരാളിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കുകയോ അതല്ലെങ്കിൽ വേറെ നമുക്ക് അർഹതയില്ലാത്ത എടുത്തു കൊണ്ടുവരികയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലിരിക്കില്ല എന്നുള്ളത്. ഇപ്പോ പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില് മമ്മൂട്ടി ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈ പത്മ പുരസ്കാരം കാശ് കൊടുത്തു വാങ്ങുന്നതും ശരിക്ക് കിട്ടുന്നതും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത്. അപ്പൊ അതില് ശ്രീരാമന്റെ അടുത്താണ് ഇപ്പൊ ചോദിക്കുന്നത് എന്റെ ഓർമ്മ. അപ്പൊ ആള് പറയുന്നുണ്ട്, നമുക്ക് കയ്യിലിരിക്കുന്നതോറും നമുക്ക് മറ്റേത് പേടി ഉണ്ടാവും, ഇതിനായിരിക്കും, അതായത് അധ്വാനിച്ച് വാങ്ങുന്നതിന് നമുക്ക് ഭയം ഉണ്ടാവില്ല, ഇതായിരിക്കുമ്പോൾ നമ്മൾ എന്നും പേടിച്ചുകൊണ്ടിരിക്കണം. ഇത് തന്നെയാണ് ഇവിടെ ആസ്തയം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥാക്കുന്നത്. അടുത്തത് വരുന്നത് ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചര്യം എന്നുള്ളത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വാക്ക് തന്നെയാണ് ആവുക. പക്ഷെ അതിന് നമ്മൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഉണ്ടാവുന്നത് നമ്മുടെ ഒരു ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആവുക. എന്നാൽ ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ജീവിതചര്യനെ തന്നെയാണ്. ഒരു മിതത്വത്തിലുള്ള ഒരു ജീവിതം. അത് മാത്രമല്ല, അത്യാഗ്രഹം ഇല്ലാതെ ഉള്ള കാര്യങ്ങളിൽ നമുക്കിപ്പോ ഒരു ആർത്തി, അത്യാഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം ബ്രഹ്മചര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മിതത്വത്തിലുള്ള ഒരു ജീവിതത്തിനെ നമുക്ക് ഏറ്റവും മിനിമലായിട്ട് മനസ്സിലാക്കാം. ചെയ്യുന്ന കാര്യങ്ങളിലെ ഒരു മിതത്വം, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിലായാലും നമ്മളുടെ ജീവിത രീതികളിലായാലും എല്ലാം വരുന്ന മിതത്വം. 5ാമത്തെ യമമാണ് അപരിഗ്രഹ എന്ന് പറയുന്നത്. അപരിഗ്രഹ എന്ന് പറയുന്നത് നമുക്ക് നിലനിൽക്കുന്ന കാര്യങ്ങളെ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്നും നമുക്ക് നിലനിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരിക്കണം നമ്മുടെ പ്രവർത്തികൾ. ഇപ്പോ ഇന്ന് നമ്മുടെ ഒരു കാര്യം, ഇന്ന് നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നാളെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തികളെ ഒഴിവാക്കുക, നിലനിൽപ്പുള്ള കാര്യങ്ങളെ മാത്രം ചെയ്യുക എന്നുള്ളതാണ് അപരിഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2ാമത്തെ യമ, ഇത് 5 യമയിൽ വരുന്നത്. 2ാമത്തെ വരുന്നത് നിയമം ആണ്. നിയമം എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതില് ആദ്യം പറയുന്നത്
ശൗചമാണ്. ശൗചം എന്ന് പറയുന്നത് നമ്മുടെ വൃത്തിയാണ്. നമ്മുടെ ശരീരത്തിന്റെ ആയാലും മനസ്സിന്റെ ആയാലും വൃത്തിയാണ് ശൗചം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 സന്തോഷമാണ്. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് അറിയുന്നത് തന്നെയാണ് ഇവിടെ പറയുന്ന സന്തോഷം എന്നുള്ളത്. അത് നമുക്ക് എന്താണോ ഉള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇല്ലാത്തതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ. ഇപ്പൊ ഇന്ന് നമുക്കൊരു എനിക്കിന്നൊരു സൈക്കിള് കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ സൈക്കിളിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ സൈക്കിൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ബൈക്കിലേക്കാവും നമ്മുടെ ആഗ്രഹം പോകുന്നത്. അപ്പൊ സൈക്കിൾ നമ്മൾ മറന്നു. ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാറിലേക്ക് പോകുന്നു. കാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ തന്നെ ഉയർന്ന മോഡലുകളിലേക്ക് പോകുന്നു. കിട്ടിയ കയ്യിലുള്ളതിൽ സന്തോഷം കണ്ടെത്താതെ നമുക്ക് മുന്നിൽ മറ്റുള്ളവരിൽ കാണുന്നതിലേക്ക് സന്തോഷത്തിനെ തേടി പോകുന്ന അവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് എന്താണോ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് സന്തോഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ നിയമമാണ് തപസ്. തപസ് എന്ന് പറയുമ്പോൾ നമുക്കപ്പോൾ ഓർമ്മ വരും ഒറ്റക്കാലില് നിൽക്കുന്ന ഋഷിമാരും ആയിരിക്കും സ്വാഭാവികമായിട്ട് ഓർമ്മ വരിക. ഇത് അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് തപസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഒരു ഋഷി അല്ലെങ്കിൽ ഒരു സന്യാസി ഒരു തപസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് നേടാനായിട്ടാണ് അത് അങ്ങനെ ഒരു തപസ് അനുഷ്ഠിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് ഇവിടെ തപസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി 100% ഡെഡിക്കേറ്റ് ചെയ്ത് എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ആ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ആ കാര്യങ്ങളിലേക്കുള്ള നമ്മളുടെ ഒരു അധ്വാനത്തിനെ തപസ് എന്നതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കാം. അടുത്തത് വരുന്നത് സ്വാധ്യായമാണ്. സ്വാധ്യായം എന്ന് പറയുന്നത് നമ്മളെ തന്നെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ അഹിംസ, സത്യം, ആസ്തേയം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു യമത്തില്. അപ്പൊ ആ യമത്തിൽ നമ്മൾ ആചരിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും നമ്മളിലേക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ മനസ്സിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ സ്വയം വിചാരം ചെയ്യുന്നതിനാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. ഇത് നമ്മൾ അറിയാതെ എല്ലാ കാര്യങ്ങളിലും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമേനെ നമ്മൾ മനസ്സിലൊന്ന് വിശകലനം ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിനെ സ്വാധ്യായം എന്ന് പറയാം. നമ്മൾ പഠിക്കുന്ന എന്തു കാര്യവും അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന എന്തൊരു കാര്യത്തിന്റെയും അത് നമ്മളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ സ്വയം വിശകലനം ചെയ്യുന്നതിനെയാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ സ്വാധ്യായത്തിലാണ് നമുക്ക് നമ്മളുടെ ഈ യമത്തിലെയും നിയമത്തിലെയും എല്ലാ കാര്യങ്ങളും അതുപോലെ യോഗത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും റിസൾട്ടിനെ നമുക്ക് കാണിച്ചു തരുന്ന സ്വാധ്യായത്തിൽ കൂടിയാണ്. അടുത്തത് വരുന്നത് 5ാമത്തെ നിയമം ഈശ്വര പ്രണിധാനമാണ്. ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത് നമ്മളൊരു ഹയ്യർ സെൽഫിൽ, അതായത് എന്തെങ്കിലും ഒന്നിൽ നമുക്ക് പൂർണ്ണമായി നമ്മളെ അർപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഈശ്വര പ്രണിധാനം. നമുക്ക് ആ ഒരു വിശ്വാസം, നമ്മൾ ചെയ്യുന്നതോ പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന അതൊരു പ്രസ്ഥാനത്തിനെ ആവാം, എന്തോ ആവട്ടെ, ആ ഒരു കാര്യത്തിൽ നമ്മൾ മുഴുവനായിട്ട് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിനെ നമുക്ക് ഈശ്വര പ്രണിധാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിയമങ്ങളിലെ 2 നമ്മുടെ അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തെ 2 അംഗങ്ങളായിട്ടുള്ള യമത്തിന്റെയും നിയമത്തിന്റെയും 5 വീതമുള്ള കാര്യങ്ങളെയാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചത്. ഇതിൽ ഇനി അഷ്ടാംഗ യോഗത്തിലെ ബാക്കി 6 എന്ന് പറയുന്നത് നിയമ കഴിഞ്ഞാലാണ് 3ാമത്തെയാണ് ആസനം വരുന്നത്. അപ്പോൾ നമുക്ക് യമത്തിലൂടെയും ഈ നിയമത്തിലൂടെയും നമ്മുടെ മനസ്സിന് ശാന്തത വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ പ്യുവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സത്യം മാത്രം സംസാരിക്കുന്നതിലൂടെ, ഏറ്റവും കുറഞ്ഞ ഹിംസ ചെയ്യുന്നതിലൂടെ, മറ്റുള്ളവരിൽ നിന്ന് അനാവശ്യമായിട്ടുള്ളത് ആഗ്രഹിക്കാത്തതിലൂടെ, ഒരു മിനിമൽ ആയിട്ടുള്ള ജീവിതശൈലിയിലൂടെ നമ്മളെ തന്നെ ഒരു മിതത്വത്തിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിന് കൊടുക്കേണ്ടതായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയും മനസ്സ് ശാന്തമായിട്ടുള്ള മനസ്സ് ഇനി ആരോഗ്യമുള്ള ഒരു ശരീരത്തിലേക്കും കൂടെ നമുക്ക് വരേണ്ടതുണ്ട്. അതിനാണ് നമുക്ക് ആസനങ്ങൾ സഹായിക്കുന്നത്. അപ്പോ ആ ആസനങ്ങളുടെ പ്രാക്ടീസിലൂടെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള നമ്മുടെ ഒരു ധ്യാനത്തിലേക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു ശാരീരിക സ്ഥിതിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കാനായിട്ട് പറ്റുക. ഒരിക്കലും നമുക്ക് സ്വസ്ഥമായിട്ട് അനങ്ങാതിരിക്കാൻ പറ്റണം. ആസന കഴിഞ്ഞാൽ 3ാമത്തെ നമുക്ക് പ്രാണായാമ പറയാം. പ്രാണായാമ എന്ന് പറയുന്നത് നമ്മുടെ
പ്രാണനെ നിയന്ത്രിക്കുന്നതാണ്. പ്രാണൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ശ്വാസമായിട്ട് കണക്കൂട്ടുക, ശ്വാസത്തിനെ നിയന്ത്രിക്കുന്നതാണ് പ്രാണായാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് എവിടെ മനസ്സ് ചഞ്ചലപ്പെടുന്നു അവിടെ നമ്മുടെ ശ്വാസത്തിന്റെ ഗതി മാറുന്നുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളെ സ്വയം നിരീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ശ്വാസഗതി മാറുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടും ഇന്റർ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. മനസ്സ് സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ ശ്വാസത്തിന്റെ സ്പീഡിൽ മാറ്റം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ ശ്വാസത്തിന്റെ സ്പീഡിനെ കുറച്ച് ശ്വാസത്തിൽ നമ്മൾ ഒരു മിനിറ്റിൽ നോർമൽ ഒരു 16 ശ്വാസം എടുക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതിന്റെ എണ്ണത്തിനെ കുറച്ചു കൊണ്ടുവരുന്നതിലാണ് പ്രാണായാമം പ്രവർത്തിക്കുന്നത്. അതായത് ശ്വാസത്തിന്റെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് മനസ്സിന്റെ സ്പീഡും അവിടെ കുറയുകയാണ്. പ്രാണായാമം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാഹാര ആണ് നമ്മുടെ അടുത്ത ഇതായിട്ട് പറയാവുന്നത്. പ്രത്യാഹാരം എന്ന് പറയുന്നത് നമ്മളെ ഒരു വസ്തുവിലേക്ക് നമ്മുടെ ഈ പറയുന്ന പ്രാണനെ യമിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥേനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ആറാമത്തെ ധാരണ പറയാം. ധാരണ എന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക, എന്തിനെ ധ്യാനിക്കണം എന്നതിലേക്ക് എത്തുന്നതാണ് ധാരണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് 7ാമത്തെ അംഗമാണ് ധ്യാനം. ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാണ്, ധ്യാനം ചെയ്യാണ് എന്നുള്ളത്. ധ്യാനത്തിലേക്ക് നമുക്ക് അങ്ങനെ ഒരിക്കലും കണ്ണടച്ചിരുന്നിട്ട് ഞാൻ ധ്യാനം ചെയ്യാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനത്തിലേക്ക് ആവുന്നില്ല. ധ്യാനം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അത് നമ്മൾ ഈ യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണയിലൂടെ നമ്മൾ ധ്യാനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾ ആ ധ്യാനം ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നത് ധ്യാനത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമം മാത്രമാണ് അവിടെ ഉണ്ടാവുന്നത്. ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിൽ മാത്രം ഏകാഗ്രമായിട്ട്, അഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ പോയിന്റിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് ധ്യാനം. അപ്പൊ നമ്മൾ എന്തിനെയാണോ ധ്യാനിക്കുന്നത് ആ ധ്യാന വസ്തുവിന്റെ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെയാണ് ഇവിടെ ധ്യാനിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ശ്വാസത്തിനെ ആവാം, പ്രാണനെ ആവാം, നമ്മുടെ മനസ്സിനെ ആവാം, നമ്മുടെ ബുദ്ധിനെ ആവാം. അപ്പോൾ ഏത് വസ്തുവിനെയാണോ നമ്മൾ ധ്യാനിക്കുന്നത് ആ വസ്തുവിന്റെ ക്വാളിറ്റി നമുക്ക് കിട്ടും. ആ ക്വാളിറ്റി കിട്ടുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെയാണ് തിരിച്ചറിയുന്നത്. അവിടെയാണ് നമ്മുടെ സമാധി എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ആ സന്തോഷം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് കിട്ടുന്നത്. സന്തോഷം എന്ന യഥാർത്ഥത്തിലുള്ള വാക്ക് ആനന്ദം ആണ് പറയാ. കാരണം സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ആ സന്തോഷം അനുഭവിക്കുന്ന വസ്തു ഇന്ന് ഒരു വസ്തുവിൽ സന്തോഷം അനുഭവിച്ചാൽ നാളെ ആ വസ്തുവിൽ സന്തോഷം അനുഭവിക്കണം എന്നില്ല. അത് ദേശകാലങ്ങൾക്ക് അനുസരിച്ച് മാറുന്നുണ്ട്. എന്നാൽ ആനന്ദം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് സ്ഥിരമായി നിൽക്കുന്നതാണ്. നമ്മൾ ഏതൊരു വസ്തുവിലാണോ നമ്മൾ ആനന്ദം കണ്ടെത്തുന്നത് ആ ആനന്ദം എന്നും നിലനിൽക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ആ ആനന്ദം, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആത്മാവിനെ എന്താണ് ഞാൻ, ആരാണ് ഞാൻ എന്നുള്ളത് തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് ആ ആനന്ദം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. അതാണ് സമാധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 8 അംഗങ്ങളിലൂടെ കടന്നിട്ടാണ് നമ്മൾ ആ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നിലനിൽക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് യോഗയിലൂടെ അതിന്റെ 8 അംഗങ്ങളിലൂടെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള നിലനിൽക്കുന്ന സന്തോഷത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഇത് വലിയൊരു ഭാഗത്തിനെ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞിട്ടുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പല കാര്യങ്ങളിലും സംശയങ്ങൾ തോന്നുന്നുണ്ടാവാം. ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ, നമ്മുടെ ജീവിതത്തിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ള ഒരു സംശയം ചിലപ്പോൾ തോന്നാം. ഈ പറയുന്ന യമനിയമങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് പ്രധാനമായിട്ടും ചിലപ്പോൾ സംശയം ഉണ്ടാവുക. കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ യമനിയമങ്ങളെ നമുക്ക് പാലിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് യോഗയുടെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് യോഗ ചെയ്യാൻ പോകുന്നതിന് മുന്നായിട്ട് തോന്നിയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ യോഗ പഠിക്കുന്നത് ഒരു 10-12 വർഷത്തോളം മുന്നാണ് യോഗ പഠിക്കുന്നത്. അന്ന് ആസനങ്ങളിലൂടെയാണ് ഞാൻ യോഗേനെ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 8-9 വർഷത്തോളം അല്ലെങ്കിൽ 10 വർഷത്തോളം ആ ഒരു രീതിയിൽ തന്നെയാണ് തുടർന്ന് പോന്നിരുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ഗുരുകുലം, ആർഷയോഗ ഗുരുകുലത്തിൽ യോഗ പ്രാക്ടീസിന് വരികയും ഇവിടെ യോഗയ്ക്ക് TTC ഉണ്ട്, യോഗ TTC ഉണ്ടെന്ന് അറിഞ്ഞ് അവിടെ ജോയിൻ ചെയ്യാണ് ചെയ്തത്.
ആ TTCക്ക് ജോയിൻ ചെയ്ത സമയത്തും എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ആസനങ്ങളെ പഠിക്കാം എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സിലാണ് നമ്മൾ ഇതിന്റെ കുറച്ച് എന്താണ് യഥാർത്ഥത്തിലുള്ള യോഗ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ആ സ്ഥിരമായിട്ടുള്ള സന്തോഷം, നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പലതും കിട്ടുന്നത്. കാരണം നമുക്ക് പല കാര്യങ്ങളിലും പലപ്പോഴും പല അനുഭവങ്ങൾ ഉണ്ടാകുന്നു, പക്ഷെ ഇതൊന്നും നിലനിൽക്കുന്നില്ല. ഇന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമോ സമാധാനം നാളെ നമുക്ക് കിട്ടുന്നില്ല. ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ യോഗ ചെയ്യുമ്പോഴോ കിട്ടുന്ന സന്തോഷം, അല്ലെങ്കിൽ ആസനങ്ങൾ ചെയ്യുമ്പോഴോ കിട്ടുന്ന സന്തോഷം എനിക്ക് നാളെ കിട്ടുന്നില്ല. ആ നാളെ എനിക്ക് കിട്ടാത്ത സന്തോഷം എനിക്ക് ഇന്നലെ കിട്ടിയ സന്തോഷത്തിനും കൂടി കളയുന്നതാണ് കൂടുതൽ അതിലേക്ക് നമ്മളെ ടെൻഷൻ ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ എനിക്ക് കിട്ടാത്തത് എന്നുള്ളത്. അപ്പോ നിയമങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് ഉള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ, ഇല്ലാത്തതിലേക്ക് നമ്മൾ അന്വേഷിച്ച് പോവാതിരുന്നാൽ, നമ്മുടെ കടമേനെ നമ്മൾ നമ്മൾ ഈ യോഗ എന്നുള്ളത് നമ്മൾ തപസ്സായിട്ട് കണക്കൂട്ടിയിട്ട് ആ തപസ്സിലേക്ക് നമ്മൾ ഒഴുകിയാൽ നമുക്ക് വേണ്ടുന്ന ആ ഒരു ആനന്ദത്തിന്റെ അവസ്ഥകളെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയത് ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെയാണ്. എൻ്റെ അടുത്ത് ഈ സെഷൻ എടുക്കാനായിട്ട് സിദ്ധേഷ് ഭായി എൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ 2 കൈ നീട്ടി സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. ഞാൻ സമ്മതിക്കുമ്പോൾ എനിക്കറിയാം ഈ ഒരു സെഷൻ എടുക്കാനായിട്ടുള്ള ഞാൻ ഇതുവരെ ഇതിനു മുന്നേ ഇങ്ങനെ ഒരു സെഷൻ ചെയ്തിട്ടില്ല. ആദ്യത്തെ സെഷനാണ് ചെയ്യുന്നത്. ഒരു സദസ്സിന്റെ മുന്നിൽ അത് പറയാനായിട്ടുള്ള ഒരു അറിവ് എനിക്കുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ധൈര്യപ്പെട്ട് അത് എടുക്കാനായിട്ടുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പലതിന്റെയും പിന്നാലെ ഓടുമ്പോൾ നമുക്ക് മിസ്സാവുന്ന നമ്മളുടെ ആ ഒരു സന്തോഷമുണ്ട്. നമ്മളിലിരിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം അതെന്താണെന്ന് എനിക്ക് ഒരാൾക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിച്ചാൽ, ആ വഴിയിലൂടെ ഒരാൾക്കെങ്കിലും എത്താൻ സാധിച്ചാൽ, യോഗയുടെ ആ സന്തോഷത്തിന്റെ ഒരു അവസ്ഥ ഒരാൾക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചാൽ, അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എൻ്റെ ഗുരുവിന് എനിക്ക് കൊടുക്കാൻ പറ്റിയ ദക്ഷിണ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ 2 കൈ നീട്ടി ഈ ഒരു സെഷൻ എടുക്കാനായിട്ട് സമ്മതിച്ചത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യാം. എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. വിഷ്ണു, നല്ല സെഷൻ ആയിരുന്നു. ഇത്തിരി കടുപ്പമാണ്. ഒരു ലേമന് ഇത് മനസ്സിലാക്കണമെങ്കിൽ നല്ലോണം ആഴത്തിൽ പോകേണ്ടി വരും. പക്ഷെ സൂപ്പർഫിഷ്യലായിട്ട് മനസ്സിലായി. വിഷ്ണു നന്നായിട്ട് ഒരു കാം മൈൻഡ് കൊണ്ട് തന്നെയാണ് എല്ലാം പറഞ്ഞത്. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഞാൻ പറഞ്ഞിരുന്നുണ്ട്, ഞാൻ TTC ഇപ്പൊ 1 വർഷമാണ് ഞാൻ ചെയ്തിട്ട് ആവുന്നത്. ഞാൻ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിലുള്ളതാണ്. എൻ്റെ മേജർ ടൈമും ഞാൻ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്. കുറച്ച് സമയം മാത്രമാണ് ഞാൻ എൻ്റെ യോഗ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് വേണ്ടി ഞാൻ ചെലവാക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ നോക്കുമ്പോൾ എല്ലാവരും അവരുടെ ബിസിനസ്സിനോ അല്ലെങ്കിൽ ആ ഭൗതികമായിട്ടുള്ള സന്തോഷങ്ങളിലാണ് കൂടുതലായിട്ട് സമയം ചെലവാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്ത് എല്ലാവർക്കും ആവശ്യമാണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ഇതാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ക്ലോസിംഗ് കോട്ടായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിലെ 11ാമത്തെ മന്ത്രമാണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത്: വിദ്യാംച അവിദ്യാംച യസ്തദ് വേദോഭയംശ്ച അവിദ്യയാ മൃത്യം തീർത്വ വിദ്യയാ മൃതമശ്നുതേ എന്നാണ് ഇതിന്റെ ഇങ്ങനെയാണ് അതിന് വായിക്കുക. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ 2 തരത്തിലുള്ള വിദ്യകളുണ്ട്. വിദ്യ, അവിദ്യ എന്നിവയാണ് അവ. വിദ്യ എന്ന് പറയുന്നത് നമ്മളുടെ ആത്മജ്ഞാനമാണ്. അതായത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള നോളജ്. എന്തറിഞ്ഞാലാണോ വേറൊന്നും അറിയണ്ടാത്തത്, അതാണ് ആ വിദ്യ എന്ന് പറയുന്നത്. അവിദ്യ എന്ന് പറയുന്നത് വിദ്യയുടെ ഓപ്പോസിറ്റ് അല്ല, നേരെ മറിച്ച് നമ്മളുടെ ഭൗതികമായിട്ടുള്ള അറിവ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അറിവ്, അതായത് നമ്മുടെ തൊഴിലിനെ സംബന്ധിച്ചിട്ടുള്ളതോ ബന്ധങ്ങളെ കീപ്പ് ചെയ്യേണ്ടതിനെ സംബന്ധിച്ചിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള അറിവാണ് അവിദ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 2 തരത്തിലുള്ള അറിവുകളാണ് ലോകത്തിലുള്ളത്, വിദ്യ, അവിദ്യ. അപ്പോ ഒരു മനുഷ്യന് ഈ വിദ്യ മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആൾക്കും ഒരു അൾട്ടിമേറ്റ് ആയിട്ട് സന്തോഷത്തിലേക്ക് എത്താനായിട്ട് പറ്റില്ല. അവിദ്യ, അതായത് ഭൗതികമായിട്ടുള്ള അറിവ് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിലും അയാൾക്കും ജീവിതത്തിന്റെ വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. ഇതിന്റെ 2ന്റെയും ഒരു മിക്സ്,
വിദ്യയും നമുക്കുണ്ടായിരിക്കണം, അവിദ്യയും നമുക്കുണ്ടായിരിക്കണം. ഭൗതികമായിട്ടുള്ള ജ്ഞാനവും ആത്മജ്ഞാനവും ആർക്കാണോ ഒരുപോലെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നത് ആ ആൾക്കാണ് യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന്റെ സന്തോഷങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആത്മജ്ഞാനം വളർത്താനായിട്ടും ഭൗതിക ജ്ഞാനത്തിനൊപ്പം തന്നെ ആത്മജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ജീവിതശൈലി ഓരോരുത്തരും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ആണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ, ഒരു സെഷൻ ഫീഡ്ബാക്കിന്റെ ഗൂഗിൾ ലിങ്ക് ചാറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നമുക്കൊരു 3 ഫീഡ്ബാക്സ് ഒന്ന് എടുക്കാം. ഫീഡ്ബാക്ക് തരാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെസി, വിഷ്ണു. വളരെ നല്ലൊരു സെഷനായിരുന്നു. പലർക്കും യോഗ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ശാരീരികമായിട്ടുള്ള ഒരു ചെറിയൊരു എക്സർസൈസ് ഒക്കെ പോലെയാണ് തോന്നിയിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ യോഗയുടെ ആ ബെനിഫിറ്റ് എന്താണെന്ന് വിഷ്ണുവിന്റെ ഈ അരമണിക്കൂർ സെഷനിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കി. അത് മാത്രമല്ല, ജീവിതത്തിലെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളിൽ കൂടെ കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഒരു ജെസിയുടെ മികവ് ഈ സെഷന്റെ ആദ്യം മുതൽ അവസാനം വരെ വിഷ്ണു കാണിച്ചു. എനിവേ, താങ്ക് യു വെരി മച്ച് വിഷ്ണു. താങ്ക് യു മനോജ് ചേട്ടാ. സെഡ്വിക്ക് ഐശ്വര്യ ബോസ് ആണ്. എനിക്ക് കഴിഞ്ഞ സ്കിൽ സ്പ്രിന്റിന്റെ സെഷൻ മിസ് ചെയ്തതിൽ വളരെ ഒന്ന് റിഗ്രറ്റ് അടിച്ചിരിക്കുകയായിരുന്നു, ഫീവറൊക്കെ കാരണം. പക്ഷെ ഇന്നത്തെ ട്രെയിനർ താങ്ക് യു സോ മച്ച്. വളരെ ഡീപ്പായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ലേമൻ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള സെഷൻ ആയിരുന്നു യോഗയ്ക്ക്. യോഗ എന്ന ടോപ്പിക്കില് ഈ എല്ലാരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് കുറെ ആസനങ്ങളും അത് മാത്രമാണ് നമ്മളുടെ തലയിലുള്ളത്, ഇൻ ദ ഫസ്റ്റ് ഗ്ലാൻസ്. പക്ഷെ ഒരു 8 ലിംസ് ഉണ്ട്, അതിന് ഇതൊക്കെയാണ് മീനിങ്. ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ഫാക്കൽറ്റിക്ക് വളരെയധികം നന്ദിയുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി ഐ അറ്റൻഡഡ് ദിസ് ട്രെയിനിങ്. അപ്പോ സ്കിൽ സ്പ്രിന്റ് ഇനിയും ഇതുപോലെ ഇന്നോവേറ്റീവും അത്യാവശ്യം എല്ലാവർക്കും പ്രചോദനം നൽകുന്ന രീതിയിലുള്ള സെഷൻസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ആസ് വെൽ ആസ് ഗ്രേറ്റ് വർക്ക് ഫാക്കൽറ്റി സി വിഷ്ണു. താങ്ക് യു ഐശ്വര്യ. ടൈമില്ലാത്ത ആൾക്കാർക്ക് യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. JC പ്രയറിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സെഷൻസിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്കിൽ സ്പ്രിന്റ് ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിന്റെ ലിങ്കും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, എനിവൺ എൽസ്? ഞാൻ എൻ്റെ ഗുരുകുലത്തിനൊന്ന് പരിചയപ്പെടുത്താണ്. ആർഷയോഗ ഗുരുകുലം വാടാനപ്പള്ളിയിലാണ്. മനോജയുടെ വീടിന്റെ അടുത്താണ്, നമ്മുടെ JC മനോജയുടെ വീടിന്റെ അടുത്താണ് ആർഷയോഗ ഗുരുകുലം ഉള്ളത്, ബീച്ച് സൈഡിൽ. ഇത് കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് സമൂഹത്തിൽ ഒരുപാട് യോഗ ടീച്ചേഴ്സിനെയും യോഗ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഇത് കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ എൻ്റെ ഗുരു ഹരിലാൽജി, അദ്ദേഹത്തിന്റെ ഗുരുവിനുള്ള ദക്ഷിണയായിട്ടാണ് ഇവിടെ ഈ ക്ലാസ്സുകൾ നടത്തുന്നത്. അതായത് തികച്ചും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ടാണ് യോഗ എല്ലാ മാസവും 1-ാം തീയതി മുതൽ ഒരു 20-ാം തീയതി വരെ പ്രാക്ടിക്കൽ സെഷനും അത് കഴിഞ്ഞ് ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് 365 ദിവസം, ഓണവും വിഷു ഒന്നിനും മുടക്കില്ലാതെ 365 ദിവസവും പ്രാക്ടീസിനുള്ള അവസരവും ഈ ആശ്രമത്തിൽ കൊടുക്കുന്നുണ്ട്. തികച്ചും ഒരു യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഇതുകളും പ്രതീക്ഷിക്കാതെയാണ് ചെയ്യുന്നത്. അതുപോലെ യോഗ TTCക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്, സൗജന്യമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോ യോഗ പഠിക്കാനായിട്ടോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ആർഷയോഗ ഗുരുകുലത്തിൽ വരാം. ഇത് കൂടാതെ സത്സംഗങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറിവുകളെ എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് 7 മണി മുതൽ 8:30 വരെയുള്ള സമയത്ത് ഇവിടെ നമ്മളെല്ലാവരും ഒരു ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അവര് ഇത്തരത്തിലുള്ള നല്ല നല്ല ടോപ്പിക്കുകൾ ഷെയർ ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആർഷയോഗ ഗുരുകുലത്തിലേക്ക് വരാവുന്നതാണ്, സത്സംഗങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് അനീഷ്. JCI വൈറ്റ്ലയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ്. ഇത് നല്ലൊരു സെഷൻ ആയിരുന്നു. കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ ഒരു ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിരുന്നു. എനിവേ, താങ്ക് യു വിഷ്ണു. താങ്ക് യു. ഒരു ഫീഡ്ബാക്ക് കൊണ്ട് നമുക്ക് എടുക്കാം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ദിലീപ് എന്നാണ്. ഞാൻ പറവൂർ ചാപ്റ്റർ, JC പറവൂർ ടൗൺ ചാപ്റ്ററിലാണ്. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഇത്തിരി വൈകിയായിരുന്നു. പക്ഷെ കേട്ടിടത്തോളം
it is like, you know, ഇത് സാധാരണ എല്ലായിടത്തും ഇങ്ങനെ കോമൺ ആയിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരുപാട് അറിയാനും പഠിക്കാനും ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു മിസ്റ്റർ വിഷ്ണു അത് നല്ല രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു ഫോർ ദ സെഷൻ. Thank you, Dilip sir. Okay. Thank you, Mr. Vishnu K. Murli, for an enlightening and inspiring session. This is a reminder of how important it is to prioritize our health and inner balance, especially in today's fast-paced world. I invite JC Savit Velail to propose the vote of thanks. Good afternoon, everyone. As we conclude this insightful session on yoga, harmony of body and mind, I extended my heartfelt gratitude to all who made this event possible. First and foremost, I would like to thank our esteemed speaker, Mr. Vishnu K. Murli, for sharing his knowledge, experience, and his passion for yoga. Your words have not only deepened our understanding of yoga, but have also inspired us to embrace it as a way of life. We are truly grateful for this time and the effort of your dedicated session. A big thanks to JCA to Prayar for organizing Skill Sprint 2025, a platform that continue to enrich our lives with desired meaningful session. Your vision and dedications are commendable. To all our participants, thank you for your enthusiastic presence and engagement. Your energy and curiosity drives the success of this event. Finally, my gratitude goes to everyone behind the scene who ensured the seamless execution of today's session. Let us carry forward the lesson from today and strive to find harmony in life's lives. Thank you and a wonderful evening. Thank you. Okay, thank you all, and see you next week for session number 3. Bye-bye. Thank you. Thank you very much.